അപ്പൊ ഈ ഡോമുകൾക്ക് ഒരു രാജാവുണ്ട്, അതായത് ഡോമുകളുടെ തലവൻ. അദ്ദേഹത്തിന്റെ ആ പദവിയുടെ പേര് ഡോംരാജ് എന്നാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇപ്പോഴത്തെ ഡോംരാജ് അപ്പൊ ആരാണ്? ഒരു കൊച്ചു പയ്യനാണ് ഇപ്പോഴത്തെ ഡോംരാജ് എന്നാണ്. അവിടെ ഒരു രാംനാം ബാങ്ക് എന്നും പറഞ്ഞൊരു സംഭവമുണ്ട്. ഇവിടെ നോട്ട് കെട്ടുകൾക്ക് പകരം രാമനാമങ്ങളാണ് കെട്ടുകളായിട്ട് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതെന്നുള്ളതേ ഉള്ളൂ. പലങ്തോട് ബച്ച ഫയൽവാൻ എന്ന വ്യക്തിയുടെ കുടുംബക്കാര് 40-45 വർഷങ്ങൾക്ക് മുൻപ് നവദമ്പതികൾക്ക് വിവാഹ സമ്മാനമായിട്ട് പാകം ചെയ്തതായിരുന്നു. അപ്പൊ ഇത് കഴിച്ചിട്ട് പോയ നവദമ്പതികള് കട്ടിലൊടിച്ചു എന്നാണ് കഥ പോകുന്നത്. നേപ്പാള് പോലെ തന്നെ, ഒരുപക്ഷെ നേപ്പാളിനേക്കാൾ ഒരു പടി മുന്നിൽ മനസ്സിൽ ഞാൻ ചേർത്ത് നിർത്തുന്ന ഒരു സ്ഥലമാണ് വാരാണസി എന്ന് പറയുന്നത്. എൻ്റെ സ്ഥലത്തേക്കാൾ, എൻ്റെ സ്വന്തം ജന്മസ്ഥലത്തേക്കാൾ അധികം എനിക്ക് സുഹൃത്തുക്കളും എൻ്റെ സ്വന്തം ജന്മസ്ഥലത്തെ വഴികളേക്കാൾ എനിക്ക് പരിചിതമായ വഴികളും ഉള്ളൊരു സ്ഥലമാണ് വാരാണസി. സത്യജിത് റേയുടെ അപരാജിതോ എന്ന സിനിമ തുടങ്ങുന്നത്, അതിൻ്റെ ഓപ്പണിംഗ് ഷോട്ട് എന്ന് പറയുന്നത് വാരാണസിയിലെ ഘാട്ടുകളാണ്. അത് കണ്ട കാലം തൊട്ട് എൻ്റെ മനസ്സിൽ വാരാണസി കയറിക്കൂടിയതാണ്. അതിനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായത് 2021 വാരാണസി എന്ന് പറയുന്നത് ഇപ്പോ സോളോ ട്രാവലേഴ്സിന്റെ ഇടയിലും ബാക്ക് പാക്കേഴ്സിന്റെ ഇടയിലും ഒക്കെ വളരെ പോപ്പുലറായ ഒരു സ്ഥലമാണ്. ഇൻസ്റ്റാഗ്രാം തുറന്നു നോക്കിയാൽ വാരാണസിയേ ഉള്ളൂ. വാരാണസി ഐറ്റിനറി, വാരാണസി അത്, വാരാണസി ഇത്. പക്ഷേ മണികർണിക ഘാട്ട് അല്ലെങ്കിൽ ദശാശ്വമേധ് ഘാട്ട്, വാരണാസി കാശി വിശ്വനാഥ ക്ഷേത്രം, ഇത് മാത്രമല്ല വാരണാസി. ഒരു 2-3 ദിവസം കൊണ്ട് നമ്മൾ കുറെ ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ പോയി ചെന്ന് കണ്ടിട്ട് നേരെ വരാനുള്ളൊരു സ്ഥലമല്ല വാരണാസി. വാരണാസി ഇറങ്ങണമെങ്കിൽ ഒരു മിനിമം ഒരു 8-10 ദിവസം അവിടെ നിന്ന് വാരാണസിയിലെ ഗലികളിലൂടെ നടന്ന് അവിടുത്തെ മനുഷ്യരുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ അറിയുന്നൊരു വാരാണസിയുണ്ട്. അത് ഒരു പ്രത്യേകതരം ഒരു അനുഭവം തന്നെയാണ്. വാരാണസിയിൽ ആദ്യം പോയ സമയത്ത് മറ്റെല്ലാവരെയും പോലെ തന്നെ മണികർണിക ഘാട്ടിലേക്കാണ് ഞാൻ നേരെ പോയത്. മണികർണിക ഘാട്ടിൽ പോയി ഈ ചടങ്ങുകളെല്ലാം കണ്ടു. പിന്നെയും പിറ്റേ ദിവസം ഞാൻ അങ്ങോട്ടേക്ക് പോയി. 3-ാമത്തെ ദിവസവും ഞാൻ അവിടെ എത്തിയപ്പോൾ അവിടെ ഈ ചിത കത്തിക്കുന്നവരിൽ ഒരാൾ എന്നോട് സംസാരിക്കാനായിട്ട് വന്നു. അദ്ദേഹത്തിന്റെ പേര് വികാസ് എന്നായിരുന്നു. അപ്പൊ ഇദ്ദേഹവുമായിട്ട് സംസാരിക്കവെയാണ് ഡോം എന്ന് പറഞ്ഞ ഒരു പ്രത്യേക വിഭാഗത്തിലുള്ള മനുഷ്യരാണ് വാരണാസിയിലെ മണികർണിക ഘാട്ടിലെ ചിതകൾ ഇരിക്കുന്നത് എന്ന് മനസ്സിലായത്. അപ്പോൾ ഈ ഡോമുകൾക്ക് പരമ്പരാഗതമായിട്ട് ചാർത്തി കൊടുത്തിരിക്കുന്ന ഒരു ജോലിയാണ് ഈ ശവങ്ങൾ സംസ്കരിക്കുക എന്നുള്ളത്. അപ്പോൾ പലപ്പോഴും പല സാഹചര്യത്തിലുമുള്ള മൃതദേഹങ്ങൾ കാണുന്നത് കൊണ്ടും കൈകാര്യം ചെയ്യുന്നത് കൊണ്ടും ഒക്കെ ആകാം ഇവര് പലപ്പോഴും ഇവരെ മദ്യമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒക്കെ സേവിച്ചിട്ടായിരിക്കും ഇവരിവിടെ നിൽക്കാറുള്ളത്. അപ്പൊ ഇവിടെ ഈ മണികർണിക ഘാട്ട് തുടങ്ങുന്ന സ്ഥലത്തായിട്ട് നമ്മൾ വലത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ, അതിൽ മണികർണിക ഘാട്ടിലോട്ട് കയറി വലത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോമുകൾ ഇരിക്കുന്ന സ്ഥലവും അവർ വിശ്രമിക്കുന്ന സ്ഥലവും ഒക്കെ കാണാൻ സാധിക്കും. അപ്പൊ അവിടെ ഒരു ചെത ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. ചെതയല്ല, ഒരു കനൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് ഏകദേശം 5000 വർഷത്തോളം ഇതിന് പഴക്കമുണ്ടെന്നാണ്. അതായത് പാർവതീദേവി കൊടുത്ത കനലാണിത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പൊ ഇതിൽ നിന്നുള്ള തീ പകർന്നാണ് ഓരോ മൃതദേഹം അവിടെ സംസ്കരിക്കപ്പെടുന്നത്. അപ്പൊ ഈ ഡോമുകൾക്ക് ഒരു രാജാവുണ്ട്, അതായത് ഡോമുകളുടെ തലവൻ. അദ്ദേഹത്തിന്റെ ആ പദവിയുടെ പേര് ഡോംരാജ് എന്നാണ്. ഞാനിപ്പോൾ ചോദിച്ചു, ഈ ഡോംരാജ് എന്ന് പറഞ്ഞാൽ ആരാണ്? അപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം ചെന്ന മനുഷ്യനാണോ? എങ്ങനെയാണ് ഒരു ഡോംരാജ് തിരഞ്ഞെടുക്കപ്പെടുന്നത്? അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഒരു കുടുംബത്തിനാണ് ഈ സ്ഥാനമുള്ളത്. അപ്പൊ ഈ കുടുംബത്തിലെ ആദ്യത്തെ ആൺ സന്തതിയാണ് ഡോംരാജ് ആവുക. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പോഴത്തെ ഡോംരാജ് അപ്പൊ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു ചെറു ചിരിയോടെ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഒരു കൊച്ചു പയ്യനാണ് ഇപ്പോഴത്തെ ഡോംരാജ് എന്നാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, പയ്യൻ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 15 വയസ്സൊക്കെ കാണുമായിരിക്കാം, 15-14 വയസ്സൊക്കെ കാണുമായിരിക്കാം. എന്തായാലും അവൻ സ്കൂളിൽ പോകാറില്ല ഇപ്പം, അതുകൊണ്ട് വയസ്സ് എത്രയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇവര് താമസിക്കുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചപ്പം ഇദ്ദേഹം പറഞ്ഞു തന്നു, നമ്മൾ ഘാട്ടുകളിൽ കൂടെ തന്നെ നടക്കുമ്പോഴാണ് ആ വീട് കാണുമ്പോൾ അറിയാൻ പറ്റും, ചോദിച്ചാൽ മതി, ഡോംരാജിന്റെ വീട് എവിടെയാണെന്ന് ചോദിച്ചാൽ മതി, പറഞ്ഞു തരും. എല്ലാവരെയും അവരകത്ത് കയറ്റാറില്ല, നിങ്ങളൊന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ നടന്ന് ഒടുവിൽ ഈ വീടിന്റെ വാതിൽക്കലെത്തി. വീടെന്ന് പറയുമ്പോൾ താഴത്തെ നിലയിൽ നിന്ന് പടികൾ കയറി വേണം
മുകളിലത്തെ നിലയിലെത്താൻ 1-ാം നിലയിൽ ആണ് വീട് ഉള്ളത്. അപ്പം ഈ പടികൾ കയറുന്നത് തന്നെ ഒരു ചടങ്ങായിരുന്നു. കാരണം പടികളുടെ 4 ഭാഗത്തും മുറുക്കാൻ കറകളായിരുന്നു. അത് പഴകിയതുണ്ട്, പുതിയതുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ഞാൻ ഉടുത്തിരുന്ന ഒരു സാരിയുമാണ്. ഈ സാരി എല്ലാം കൂടെ പൊക്കിയെടുത്ത് ഞാൻ എങ്ങനെയൊക്കെയോ ബുദ്ധിമുട്ടി ഞാൻ ഈ പടികൾ കയറി. ഈ കുട്ടിയെ കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് അങ്ങനെ കയറിയപ്പോൾ ഒരു വശത്തായിട്ട്, ഈ 1-ാം നിലയിൽ ഒരു വശത്തായിട്ട് കാലിത്തൊഴുത്താണ്, മറ്റൊരു വശത്തായിട്ടൊരു ചെറിയൊരു ഗോതയുണ്ട്. അപ്പം ഒരു സ്ത്രീ അവിടെ നിന്ന് പശുക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇത്തരത്തിൽ എൻ്റെ പേര് ഗൗരി എന്നാണ്, ഞാനിങ്ങനെ കേരളത്തിൽ നിന്ന് വന്നാണ്, ഡോംരാജിനെ കാണാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. അപ്പം എന്തുകൊണ്ടാണെന്നറിയില്ല, എന്തോ എൻ്റെ ഒരു ഈശ്വരാധീനമോ ഭാഗ്യമോ കൊണ്ട് അവർ പറഞ്ഞു അകത്തേക്ക് കയറി ഇരിക്കാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കുട്ടി വരികയാണ്, ഒരു ചെറിയൊരു കുട്ടി. അവൻ ഒരു പൊടി മീശയൊക്കെ ഉണ്ട്, അവൻ ഒരു ഷർട്ടും ഒരു ഷോർട്സും ഒക്കെ ഇട്ട് അവൻ വന്ന് അവൻ സംസാരിച്ചു. അപ്പം വളരെ ബഹുമാനത്തോടെയാണ് കുടുംബത്തിലെ സ്ത്രീകളും മറ്റുള്ളവരും എല്ലാം ഈ പയ്യനെ കാണുന്നത്. അപ്പം ഇദ്ദേഹമാണ് ഡോംരാജ് എന്ന് പറഞ്ഞു, പേര് ഹരിയോം ചൗധരി എന്നാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ഇത്ര ചെറുപ്രായത്തിൽ ഡോംരാജ് ആയെന്ന് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഹൃദയാഘാതം മൂലം മരണപ്പെടുകയും ഈ കുഞ്ഞിന് ഈ ഉദ്യമത്തിലേക്ക് കടക്കുകയും ചെയ്യേണ്ടി വന്നു. അപ്പോൾ സ്കൂൾ പഠനവും ഇതെല്ലാം കൂടെ പോകാത്തത് കൊണ്ട്, ഒരുമിച്ച് പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കുട്ടി ഇപ്പോൾ ഡോംരാജ് എന്ന പദവി അലങ്കരിക്കുകയാണ്. ഒരു പ്രായം എത്തിക്കഴിയുമ്പോഴത്തേക്കും ഔദ്യോഗികമായിട്ട് ഡോംരാജ് എന്ന പദവിയിൽ എത്തിച്ചേരും എന്നൊക്കെ ഇവർ പറയുകയാണ്. അപ്പം ഈ കുട്ടിയുടെ ഏറ്റവും വലിയ ഇഷ്ടം എന്ന് പറയുന്നത് ഗുസ്തിയാണ്. ഈ കുടുംബത്തിലെ എല്ലാവർക്കും ഗുസ്തി വളരെ ഇഷ്ടമാണ്. അപ്പം ഇവൻ എൻ്റെ മുമ്പിൽ ഈ ഗദ എടുത്ത് കാണിച്ചു. വളരെ ഒരു സാധാരണ ഒരു 14-15 വയസ്സുള്ളൊരു കുട്ടി എങ്ങനെയാണോ പെരുമാറുന്നത്, അവൻ്റെ കൗതുകങ്ങൾ എന്തൊക്കെയാണോ അത്തരത്തിലാണ് ഈ കുട്ടിയുടെ പെരുമാറ്റം എല്ലാം തന്നെ. അപ്പം ഇവരുമായിട്ട് സംസാരിക്കുകയും ഇവരുടെ കൂടെ ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്തത് വാരാണസിയിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമായിട്ട് ഞാൻ എന്നും കൂടെ കൊണ്ട് നടക്കുന്ന ഒന്നായിരിക്കും. ഡോംരാജിനെ പോലെ തന്നെ കേൾക്കുമ്പോൾ നമുക്ക് അതിവിചിത്രം എന്നൊക്കെ തോന്നിയേക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ കാശിയിലുണ്ട്. പക്ഷെ അത് അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അപ്പോൾ ഡോംരാജ് പോലെ തന്നെ എന്നെ വളരെയധികം അതിശയിപ്പിച്ച മറ്റൊരു കാര്യമാണ്, അവിടെ ഒരു രാംനാം ബാങ്ക് എന്നും പറഞ്ഞൊരു സംഭവമുണ്ട്. സാധാരണ ഒരു ബാങ്കിൽ കാണുന്ന പോലെ ക്ലർക്കും മാനേജറും എല്ലാം ഉള്ള ഒരു ബാങ്കാണ്. ഇവിടെ നോട്ട് കെട്ടുകൾക്ക് പകരം രാമനാമങ്ങളാണ് കെട്ടുകളായിട്ട് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതെന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് പാസ്ബുക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ രാമനാമങ്ങൾ നമ്മൾ പേപ്പറിൽ എഴുതി ഈ അക്കൗണ്ടിൽ കൊണ്ടുപോയി ഇടുക. ഇത് അവർ അക്കൗണ്ടിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് സൂക്ഷിക്കും. എത്രമാത്രം നിങ്ങൾ രാമനാമങ്ങൾ എഴുതുന്നോ അത്രയധികം നിങ്ങൾ മോക്ഷത്തിലേക്കുള്ള പാതയിലാണെന്നാണ് ഇവിടുത്തെ വിശ്വാസം. അപ്പൊ ഈ മുക്തി എന്ന ഒരു കാര്യത്തെ മുൻനിർത്തിക്കൊണ്ട് അവിടെ കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യമാണ് മുക്തിഭവൻ എന്ന് പറഞ്ഞ ഒരു ലോഡ്ജ് എന്ന് വേണമെങ്കിൽ പറയാം. മുക്തിഭവൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മരിക്കാറായ വ്യക്തികള് അവരുടെ താല്പര്യാർത്ഥം മുക്തിഭവനിൽ എത്തുകയും അവിടുത്തെ രജിസ്റ്ററിൽ പേര് ചേർക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് 2 ആഴ്ച അവിടെ താമസിക്കാം. ഈ 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും ഇവരുടെ മരണം സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവരിവിടുന്ന് പുറത്തിറങ്ങി വീണ്ടും ഇവർക്ക് അവിടെ ഒരു ഒഴിവ് വരുന്നവരെ ഇവര് കാത്തുനിന്ന് പിന്നീട് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. ഈ 2 ആഴ്ചക്കകം ഇവർക്ക് മരണം സംഭവിക്കുകയാണെങ്കിൽ ഇവർക്ക് വേണ്ടി പ്രാർത്ഥനകളും ഗംഗാജലം നാവിലിറ്റിക്കുക അങ്ങനത്തെ ഒരുപാട് ചടങ്ങുകൾ മുക്തിഭവനിൽ തന്നെ ചെയ്ത് ഒടുവിൽ മുക്തിഭവനിൽ നിന്നുള്ള ആൾക്കാർ തന്നെ ഇവരുടെ മൃതദേഹം സംസ്കരിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യും. 20 രൂപ നമ്മൾ കറണ്ട് ചാർജ് ഇനത്തിൽ നമ്മൾ കൊടുക്കേണ്ടതാണ് ഓരോ ദിവസവും. അതല്ലാതെ പ്രത്യേകിച്ച് ചെലവുകളോ ചാർജുകളോ ഒന്നുമില്ല. അപ്പം ഈ രജിസ്റ്റർ മുക്തിഭവന്റെ കാണുന്നത് ഒരു പ്രത്യേക ഒരു അനുഭവമാണ്. കാരണം ആ രജിസ്റ്ററിൽ ഏകദേശം 15,000 പേരുകൾ ചേർക്കപ്പെട്ടു കഴിഞ്ഞു. അതായത് 15,000 വ്യക്തികൾ ഇവിടെ താമസിച്ച് മരണമടഞ്ഞു കഴിഞ്ഞു. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. വാരാണസിയിൽ പോകുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് യാതൊരു വിധത്തിലുള്ള പ്ലാനും ഇല്ലാതെ
ഓരോ ഗലികളിലായിട്ട് കയറി ഇറങ്ങുക. നിങ്ങൾ ഓരോ തവണയും എന്തെങ്കിലും പുതിയൊന്ന് വാരണാസിയിൽ നിന്ന് കണ്ടുപിടിക്കും എന്നുള്ളത് നിശ്ചയമാണ്. അത്തരത്തില് വെറുതെ നടന്നപ്പോൾ ദശാശ്വമേധ് ഘാട്ടിന്റെ അടുത്ത് ഞാൻ കണ്ടെത്തിയ ഒരു സ്ഥലമാണ് ബന്ദി മാതാ മന്ദിർ എന്ന് പറയുന്ന സ്ഥലം. ബന്ദി മാതാ മന്ദിറിനെ ബന്ദി മാതാ മന്ദിർ എന്നും പറയാറുണ്ട്. ഇതിന് പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ അകത്തോട്ട് കയറുമ്പോഴത്തേക്കും വാതിലിന് ഇരുവശത്തായിട്ടും ഇഷ്ടംപോലെ താഴുകൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കാണാൻ പറ്റും. അതായത് ഈ താഴുകളുടെ ഭാരം കൊണ്ട് അത് താങ്ങാനാവാത്ത രീതിയിലാണ് ഈ 2 വാതിലുകളും അമ്പലത്തിന്റെ നിൽക്കുന്നത്. കുഞ്ഞൊരു അമ്പലമാണ് കേട്ടോ, പെട്ടെന്നൊന്നും കാണാൻ സാധിക്കില്ല. അപ്പോൾ ഇതിനകത്ത് ചെന്ന് ഞാൻ പൂജാരിയായിട്ട് സംസാരിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്, വന്ദി ദേവി എന്ന് പറയുന്നത് പാതാളത്തിന്റെ ദേവിയാണ്. അപ്പോൾ ഈ പാതാളത്തിന്റെ ദേവി രാമനെയും ലക്ഷ്മണനെയും രക്ഷിച്ചു എന്നൊരു കഥയുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തെറ്റായ കാര്യത്തിന് കുറ്റം ആരോപിക്കപ്പെട്ടതോ അല്ലെങ്കിൽ കുറ്റവാളികളെന്ന് പറയപ്പെടുന്ന ആളുകളുടെ ബന്ധുക്കൾ വന്ന് ഈ താഴ് അവിടെ കെട്ടും. അപ്പൊ ഈ താഴ് അവിടെ കെട്ടി വന്ദിദേവിയോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ജയിലിൽ കിടക്കുന്ന അവരുടെ പ്രിയപ്പെട്ട ആള് മോചിതനാകും എന്നൊരു വിശ്വാസമുണ്ട്. അത്തരത്തിൽ മോചിതരായവർ തിരിച്ചു വന്ന് ഈ താഴ് തുറന്ന് ഗംഗാനദിയിൽ താഴും താക്കോലുമായിട്ട് ഒഴുക്കി കളയാറുമുണ്ട്. അപ്പൊ ഇതാണ് വന്ദി മാതാ മന്ദിർ എന്ന് പറയുന്ന ഒരു അമ്പലം. അപ്പൊ ഇതുപോലത്തെ ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ നമുക്ക് വാരണാസിയിൽ ഓരോ വട്ടവും കാണാൻ സാധിക്കും. അതേപോലെ വളരെ പ്രധാനപ്പെട്ടൊരു മറ്റൊരു കാര്യമാണ് ഖിച്ചടി ബാബ മന്ദിർ എന്ന് പറയുന്നൊരു സംഭവം. ബംഗാളിൽ നിന്നെങ്ങോ വന്ന ഒരു സന്യാസിയാണ് ഈ ഖിച്ചടി ബാബ എന്ന് പറയുന്നത്. ഇദ്ദേഹം അവിടെ വന്ന കാലം തൊട്ട് അവിടെയുള്ള പാവപ്പെട്ടവർക്ക് എല്ലാവർക്കും ഖിച്ചടി കൊടുക്കാറുണ്ട്, ഖിച്ചടി പാകം ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പം ഇദ്ദേഹത്തിന്റെ മരണാനന്തരം അദ്ദേഹത്തിന്റെ ഭക്തരും എല്ലാം ചേർന്ന് ഈ ഒരു ആചാരം ഇപ്പോഴും തുടർന്നുകൊണ്ട് പോകുന്നുണ്ട്. രാവിലെയും രാത്രിയും ഉച്ചയ്ക്കും എല്ലാം ഖിച്ചടി, കിലോ കണക്കിന് ഖിച്ചടി ഉണ്ടാക്കി ഇവര് അവിടെ പോകുന്ന എല്ലാവർക്കും കൊടുക്കാറുണ്ട്. ഖിച്ചടി ഉണ്ടാക്കാൻ മാത്രമായിട്ട് ഈ അമ്പലത്തിന്റെ മുന്നിലായിട്ട് ഒരു യന്ത്രം വരെ ഇവർ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പം ഇത്തരത്തില് ധാരാളം പ്രത്യേകതകളുള്ള, അധികം ആരും കേൾക്കാത്തതും കാണാത്തതുമായ ഒരുപാട് കാഴ്ചകൾ വാരണാസിയിൽ നമുക്ക് കാണാൻ സാധിക്കും. തുടക്കത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, വാരാണസി എന്ന മോഹം മനസ്സിൽ ഉദിച്ചത് സത്യജിത് റേയുടെ അപരാജിതോ എന്ന സിനിമ കണ്ടതിന് ശേഷമാണ്. അപരാജിതോയുടെ ഓപ്പണിംഗ് ഷോട്ട് എന്ന് പറയുന്നത് ഘാട്ടില് മുഖദാറ് വെച്ച് കസർത്ത് ചെയ്യുന്ന ഒരു ഫയൽവാന്റെയാണ്. അപ്പൊ അങ്ങനെയാണ് ഞാൻ അറിയുന്നത് വാരാണസിയില് ഗുസ്തിയുടെ പാരമ്പര്യവും ഉണ്ടെന്ന്. പിന്നീട് ഞാൻ പുസ്തകങ്ങൾ വഴിയും അല്ലെങ്കിൽ ഡോക്യുമെന്ററികൾ വഴിയും ഒക്കെ അറിയാൻ സാധിച്ചു വാരാണസിക്ക് 400-500 വർഷത്തെ ഒരു ഗുസ്തി പാരമ്പര്യം പറയാനുണ്ടെന്നുള്ളത്. വാരാണസിയിൽ കാല് തൊട്ടുള്ള ആഗ്രഹമായിരുന്നു എങ്ങനെയെങ്കിലും ഒരു അഖാഡ തപ്പിപ്പിടിക്കണം എന്നുള്ളത്. ചോദിച്ചു പറഞ്ഞു വന്നപ്പോൾ അറിയാൻ സാധിച്ചു തുളസി ഘാട്ടിലാണ് ഏറ്റവും കൂടുതൽ അഖാഡകൾ പ്രവർത്തിക്കുന്നത്. അങ്ങനെ തുളസി ഘാട്ടിലേക്ക് പോയി അവിടുത്തെ മനുഷ്യരുമായിട്ടൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ഏറ്റവും പുരാതനമായ അഖാഡകളിലൊന്ന് സ്വാമിനാഥ് അഖാഡ എന്ന അഖാഡയാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. 300-400 വർഷത്തോളം ഈ അഖാഡയ്ക്ക് പഴക്കമുണ്ട്. അകത്തേക്ക് ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് കുറേ ഫയൽവാന്മാര് നിന്ന് ഗുസ്തി പിടിക്കുന്നു, ചിലർ കസർത്ത് കാണിക്കുന്നു, ചിലർ യോഗ ചെയ്യുന്നു, പല പല കാര്യങ്ങൾ ഒരേ സമയത്ത് നടന്നു പോകുന്നുണ്ട്. കൂട്ടത്തിൽ തലമൂത്തൊരു മനുഷ്യനെ കാണാൻ സാധിച്ചു. അദ്ദേഹത്തിന്റെ പേര് ദയാ ഫയൽവാൻ എന്നായിരുന്നു. ആളാണ് ആ അഖാഡയുടെ ഗുരുനാഥൻ അഥവാ ഗുരുജി എന്ന് പറയുന്നത്. ഈ ഗുരുജി എന്ന് പറയുന്നത് ഒരു ലോക്കൽ സെലിബ്രിറ്റിയാണ്. ഇദ്ദേഹത്തെ നമ്മൾ ഈ പഴയ പുരാതന കാലത്തെ ഗുരുശിഷ്യ ബന്ധമൊക്കെ പോലാണ്. ഗുരുജിയുടെ തോളത്ത് ഒരാൾ തടവി കൊടുത്തോണ്ടിരിക്കുന്നു, പുറം ഒരാൾ തടവി കൊടുത്തോണ്ടിരിക്കുന്നു, കാലിൽ ഒരാൾ ഞൊട്ടയിട്ട് കൊടുത്തോണ്ടിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഈ ഗുരുജിയാണ് ഇവർക്ക് അടവുകളും എല്ലാം പറഞ്ഞു കൊടുക്കുന്നതുമെല്ലാം. അപ്പം ശേഷം ഇവരുടെ ഈ രാവിലത്തെ ഈ സെഷനൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഇവർക്കൊരു എണ്ണ തേച്ച് കുളിയൊക്കെ ഉണ്ട്. ഇവർ നല്ലപോലെ പരസ്പരം എല്ലാം മസാജൊക്കെ ചെയ്ത് ഇവർ പോയി ഗംഗാനദിയിൽ പോയി ഒന്ന് മുങ്ങിക്കുളിച്ച് കയറിയതിന് ശേഷമാണ് ഇവരുടെ ദിവസം തുടങ്ങുന്നത് തന്നെ. അപ്പൊ രാവിലെ ഒരു 5 മണിക്ക് തുടങ്ങുന്ന പ്രാക്ടീസ് ഒരു 8 മണി വരെയെങ്കിലും നിൽക്കും. അപ്പൊ ഇത്തരത്തിലുള്ള വാരണാസിയുടെ ഗുസ്തി സംസ്കാരം അടുത്തറിയാൻ സാധിച്ചതും എല്ലാം മനോഹരമായ യാത്രാനുഭവങ്ങളിലൊന്നായിട്ട് ഞാൻ എന്നും പറയും. പ്രത്യേകിച്ച് ഈ ഗുരുജിയെ കാണാൻ സാധിച്ചത് വളരെ വളരെ പ്ലസന്റ് ആയ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. വാരണാസിയുടെ മനുഷ്യർക്ക് പൊതുവേ ഉള്ള ഒരു പ്രത്യേകതയാണ്, അതായത് വളരെ സരസന്മാരായിട്ടുള്ള മനുഷ്യരാണ്. നമ്മൾ വിചാരിക്കും ആത്മീയത നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ജീവിച്ചു വരുന്ന മനുഷ്യര് വളരെയധികം സീരിയസ് ആയിട്ടുള്ള മനുഷ്യരായിരിക്കും എന്നൊക്കെ വിചാരിക്കുമെങ്കിൽ വാരണാസിയിലെ മനുഷ്യർ വളരെ സരസരാണ്. എനിക്ക് വളരെയധികം അടുത്ത കുറെ സൗഹൃദങ്ങൾ സമ്മാനിച്ചിട്ടുള്ളൊരു സ്ഥലമാണ് വാരണാസി. എനിക്കൊരു സഹോദര തുല്യനായിട്ടുള്ള ഒരു മനുഷ്യൻ വാരണാസിയിലുണ്ട്. അദ്ദേഹത്തിന്റെ പേര് സോനു ഭയ്യ എന്നാണ്. അദ്ദേഹം 150 വർഷം പഴക്കമുള്ള ഒരു ലക്ഷ്മി ചായ്വാല എന്ന് പറഞ്ഞൊരു ചായക്കടയാണ് അവിടെ നടത്താറുള്ളത്.
അപ്പം മറ്റ് പലരെയും പോലെ വളരെയധികം പ്രസിദ്ധമായി ഈ കടയിൽ പോവുക എന്നുള്ള ഉദ്യമത്തിലാണ് ഞാനും ആദ്യമായിട്ട് വാരണാസിയിലെത്തിയപ്പം ലക്ഷ്മി ചായവാലയിലോട്ട് പോയത്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ഞാൻ ഈ മനുഷ്യനെ കാണുകയാണ്. മുറുക്കാൻ ഒക്കെ ചവച്ച് നല്ല ചുമന്ന് ചുണ്ടുമായിട്ട് ഇദ്ദേഹം നിന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്തുമായിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇദ്ദേഹവുമായിട്ട് സംസാരിച്ചു. അപ്പൊ സംസാരിച്ചു വന്നപ്പോൾ വളരെ രസികനായ ഒരു മനുഷ്യൻ. അദ്ദേഹം വാരണാസി വിട്ട് എങ്ങും പോയിട്ടില്ല, അദ്ദേഹത്തിന് പോവാൻ താല്പര്യവുമില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞാൽ ഞാൻ ഏറ്റവും ഭയങ്കര ഭാഗ്യവാനായതുകൊണ്ടാണ് ഞാൻ ഇവിടെ ജനിച്ചത്, ഇതിനപ്പുറം ഞാൻ എവിടെ പോകാനാണ് എന്നാണ് അദ്ദേഹം എന്നോട് ചോദിച്ചത്. അപ്പം സോനുഭയ്യായിട്ടൊക്കെ സംസാരിച്ചു. സോനുഭയ്യയുടെ ഒരു ടോസ്റ്റ് ഉണ്ട് അവിടുത്തെ ഏറ്റവും പ്രശസ്തമായ ടോസ്റ്റ് എന്ന് പറഞ്ഞാൽ മലായി ടോസ്റ്റ് ആണ്. അതായത് നമ്മൾ ചുട്ട ബ്രെഡിന്റെ മേളിൽ നമ്മൾ മലായി അഥവാ ഈ പറഞ്ഞ പോലെ പാൽപ്പാട അല്ലെങ്കിൽ വെണ്ണ എല്ലാം കൂടെ ചേർത്ത് അതിനെ മേലെ പഞ്ചസാര തൂക്കിത്തരും. അതാണ് ഈ മലായി ടോസ്റ്റ് എന്ന് പറഞ്ഞ ഐറ്റം. അത് കഴിഞ്ഞാൽ അവിടെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ഐറ്റം എന്ന് പറയുന്നത് ഇദ്ദേഹം സ്വയം കണ്ടുപിടിച്ചതാണെന്നാണ്. അത് സിസേറിയൻ ടോസ്റ്റ് എന്നാണ് പറയുന്നത്. സിസേറിയൻ ടോസ്റ്റ് എന്ന പേര് വരാനുള്ള കാരണം ഒരു ബ്രെഡിനെ നെടുകെ കത്തികൊണ്ട് കീറി അതിനകത്ത് ബട്ടർ വെച്ചിട്ട് ചുട്ടു തരുന്നത് കൊണ്ടാണ് സിസേറിയൻ ടോസ്റ്റ് എന്ന് അദ്ദേഹം ഇതിനെ വിളിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ വളരെ സരസമായൊരു ഭാഷാ ശൈലിയും ഭാഷാ രീതിയും ഒക്കെ വാരണാസിക്കാർക്ക് പൊതുവേ ഉണ്ട്. അപ്പോൾ ഇവരുടെ ഈ ഒരു നോൺ വെജ് സംസ്കാരം അല്ലെങ്കിൽ ഈ ഒരു സരസത ഇവർ കഴിക്കുന്ന ഭക്ഷണത്തിലും, ഈ പറഞ്ഞ സിസേറിയൻ ടോസ്റ്റ് പോലെ ഇവർ കഴിക്കുന്ന പല ഭക്ഷണങ്ങളിലും അത് പ്രതിഫലിക്കാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് പലങ് തോട് എന്ന് പറയുന്നത്. പലങ് തോടിന്റെ അർത്ഥം എന്ന് പറയുന്നത് കട്ടിലൊടിക്കാൻ പ്രാപ്തിയുള്ളത് അല്ലെങ്കിൽ കട്ടിലൊടിക്കുന്നത് എന്നതാണ് പലങ് തോടിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഈ പലങ് തോട് എന്ന പേരിൽ തന്നെ വിവിധ ഇനത്തിലുള്ള ഭക്ഷണം വാരണാസിയിലുണ്ട്. പലങ് തോട് എന്ന പേരില് ബനാറസി പാൻ ഉള്ളതുപോലെ തന്നെ പലങ് തോട് എന്ന പേരിൽ ഒരു മധുരപലഹാരം കൂടിയുണ്ട്. ഈ മധുരപലഹാരം ശൈത്യകാലത്ത്, അതായത് നവംബർ തൊട്ട് ഫെബ്രുവരി വരെ മാത്രമേ വാരണാസിയിൽ കിട്ടത്തുള്ളൂ. പലങ് തോട് ഉണ്ടാക്കാൻ അധികം ആൾക്കാർക്കൊന്നും അറിയില്ല. ഒരു കുടുംബക്കാർക്ക് മാത്രമാണ് പലങ് തോട് ഉണ്ടാക്കാൻ അറിയാവുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇത് ഒരു ആക്സിഡന്റൽ ഡിസ്കവറി ആയിരുന്നു എന്നുള്ളതാണ്. പലങ് തോട് ബച്ചാ ഫയൽവാൻ എന്ന വ്യക്തിയുടെ കുടുംബക്കാര് 40-45 വർഷങ്ങൾക്ക് മുൻപ് നവദമ്പതികൾക്ക് വിവാഹ സമ്മാനമായിട്ട് പാകം ചെയ്തതായിരുന്നു. അപ്പൊ ഇത് കഴിച്ചിട്ട് പോയ നവദമ്പതികള് കട്ടിലൊടിച്ചു എന്നാണ് കഥ പോകുന്നത്. അപ്പൊ ഈ കഥ നമ്മള് ബച്ചാ ഫയൽവാൻജിയുടെ അടുത്ത് പോയി തന്നെ ഇത് കേൾക്കണം. അപ്പൊ ഇദ്ദേഹം വളരെ നാണത്തോടെ, ഇദ്ദേഹത്തിന്റെ നുണക്കുഴിയൊക്കെ ഉള്ളൊരു കവിളാണ്, അപ്പൊ ഇദ്ദേഹം വളരെ നാണത്തോടെ തലയൊക്കെ കുനിച്ച് ഇദ്ദേഹം ഇത് പറയുന്നത് കേൾക്കാൻ തന്നെ നല്ല രസമാണ്. അപ്പൊ ഈ പലങ് തോട് കിട്ടുന്ന കട കണ്ടുപിടിക്കുന്ന സത്യം പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ബച്ചാ ഫയൽവാൻജിയുടെ നമ്പർ ഇപ്പം എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഇതിന് മുൻപ് ഞാൻ ആദ്യമായിട്ട് ഇത് തേടി നടന്നപ്പോൾ കുറേ ബുദ്ധിമുട്ടി, ഒരുപാട് പേരോട് ചോദിച്ചും പറഞ്ഞും മണിക്കൂറുകൾ കണക്കിന് ഗലികളിൽ നടന്നാണ് എനിക്ക് പലങ് തോട് വിൽക്കുന്ന കട കണ്ടുപിടിക്കാൻ സാധിച്ചത്. ചരിത്രം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് തന്നെ ഞാൻ വളരെയധികം കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച മറ്റൊരു സ്ഥലമാണ് ആലംഗീർ മസ്ജിദ്. നമ്മുടെ പഞ്ചഗംഗാ ഘാട്ട് എന്നും പറഞ്ഞ് വാരണാസിയിലെ ഒരു ഘാട്ടിന്റെ തൊട്ടു മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു മസ്ജിദാണ് ആലംഗീർ മസ്ജിദ്. ചരിത്രം പറയുന്നത് ഔറംഗസേബാണ് ഇത് വാരണാസിയിൽ പണിതതെന്നാണ് പറയപ്പെടുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു 5:05 ആലംഗീർ മസ്ജിദിൽ എത്തി അവിടെ നിന്ന് നമ്മൾ ഗംഗാ നദി കാണുന്ന ഒരു അനുഭവമുണ്ട്. നല്ല കാറ്റും നല്ല സുഖമുള്ള ഒരു കാലാവസ്ഥയും ഈ ഗംഗാനദിയുടെ ഒരു വൈഡ് വ്യൂ എല്ലാം കൂടെ ആയിട്ട് മനോഹരമായ ഒരു സായാഹ്നമാണ് ആലംഗീർ മസ്ജിദിൽ എപ്പോൾ ചെന്നാലും നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത്. അതുകൊണ്ട് ആലംഗീർ മസ്ജിദ് എനിക്ക് എല്ലാ കാലത്തും വളരെയധികം പ്രിയപ്പെട്ടൊരു സ്ഥലമാണ് വാരണാസിയിൽ പോകുമ്പോഴെല്ലാം. വാരണാസിയിൽ ഈ പറഞ്ഞ പോലെ സായാഹ്നങ്ങൾ ചെലവഴിക്കാൻ ആലംഗീർ മസ്ജിദ് പോലെ തന്നെ എനിക്ക് ഇഷ്ടമുള്ള മറ്റൊരു സ്ഥലമാണ് രാംനഗർ ഫോർട്ട്. രാംനഗർ ഫോർട്ട് എന്ന് പറയുന്നത് വാരണാസിയിലെ ലങ്ക എന്ന സ്ഥലവും കഴിഞ്ഞ് കുറച്ചുകൂടെ മുമ്പോട്ടേക്ക് പോകുമ്പോഴാണ്, അതായത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി കഴിഞ്ഞ് അല്പം കൂടി മുമ്പോട്ടേക്ക് പോകുമ്പോഴാണ് രാംനഗർ ഫോർട്ട് എന്നുള്ള കോട്ടയുള്ളത്. ഇത് പണ്ട് കാലത്ത് ബൽവന്ത് സിംഗ് എന്ന് പറഞ്ഞ മഹാരാജാവ് നിർമ്മിച്ച കോട്ടയാണ്. രാംനഗർ ഫോർട്ടിന്റെ മുകളിലത്തെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അതായത് അവിടുന്ന് നോക്കിക്കഴിഞ്ഞാലും ഗംഗാനദിയുടെ ഒരു മനോഹരമായ ഒരു പൊയറ്റിക് വിഷ്വലാണ് രാംനഗർ ഫോർട്ടിൽ നിന്നും കിട്ടുന്നത്. ഈ രാംനഗർ എന്ന് പറയുന്നത് രാംനഗർ ഫോർട്ടിന് മാത്രമല്ല, അതേപോലെ തന്നെ അവിടുത്തെ ലസ്സിക്കും വളരെ പ്രസിദ്ധമാണ്. അവിടുത്തെ ഒരു ശിവപ്രസാദ് ലസ്സി എന്ന് പറയുന്നത്, ആ ലസ്സി കുടിക്കാൻ വേണ്ടി മാത്രം നൂറുകണക്കിന് മനുഷ്യരാണ് രാംനഗറിൽ എല്ലാ ദിവസവും എത്തിച്ചേരാറുള്ളത്. അതുപോലെ വാരാണസിക്കാരുടെ ഭക്തി അല്ലെങ്കിൽ വിശ്വാസം എന്നൊക്കെ ഉള്ളത് നമ്മളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ്. അവരെ ദൈവത്തെ ഒരു കളിക്കൂട്ടുകാരനൊക്കെ ആയിട്ടാണ് കാണാറുള്ളത്. ഈ ഞാൻ കണ്ടിട്ടുള്ള വളരെ രസകരമായ ഒരു കാഴ്ച എന്ന് പറയുന്നത്,
ആൾക്കാര് സലാം ഒക്കെ പറയും ദൈവത്തിന്. നമ്മളൊരു അമ്പലത്തിന്റെ അടുത്തോടെയൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ തൊട്ടുകൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ ഞാൻ റാപ്പിഡോ 2-വീലറിൽ ഞാൻ പുറകിലിരിക്കാൻ നേരത്ത് എൻ്റെ റാപ്പിഡോ റൈഡർ പറയുന്ന സമയം ഹേ മഹാരാജ് എന്ന് പറഞ്ഞിട്ടാണ് അവര് മുമ്പോട്ട് പോകുന്നത്. അപ്പൊ ഇങ്ങനെ വളരെ ഈശ്വരനെ സ്വന്തം സുഹൃത്തായിട്ടോ അല്ലെങ്കിൽ തന്നോടൊപ്പം കാണുന്ന ഒരു സംസ്കാരം വാരണാസിയിൽ വളരെയധികം കാണാൻ സാധിക്കും. അത് ഭയങ്കര രസമാണ്. പല അമ്പലങ്ങളിലും അല്ലെ കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങൾ ഒരുപാടുണ്ട് വാരണാസിയിൽ. അപ്പം ഈ പ്രധാനപ്പെട്ട അമ്പലങ്ങളല്ലാത്ത പല അമ്പലങ്ങളിലും പൂജാരികൾ പോലും ചിലപ്പോൾ കാണണം എന്നില്ല. നിങ്ങൾ തന്നെ സ്വയം അകത്തേക്ക് കയറുന്നു, നിങ്ങൾ തന്നെ അഭിഷേകം ചെയ്യുന്നു, നിങ്ങൾ തന്നെ പ്രസാദം എടുക്കുന്നു, നിങ്ങൾ തന്നെ നേദ്യം കൊടുക്കുന്നു, നിങ്ങൾ തന്നെ അത് പ്രസാദമായിട്ട് കഴിക്കുന്നു. അപ്പൊ ഇത്തരത്തില് സ്വയം പര്യാപ്തമാണ് വാരണാസിയിലെ മിക്ക ക്ഷേത്രങ്ങളും എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ ശീലിച്ചിരിക്കുന്ന വിശ്വാസങ്ങൾക്കും സംസ്കാരങ്ങൾക്കും എല്ലാം വളരെയധികം അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ്. വാരണാസിയോളം ആത്മബന്ധം തോന്നിയ മറ്റൊരു സ്ഥലം എനിക്കില്ല. വീണ്ടും വീണ്ടും പോകാൻ പ്രേരിപ്പിക്കുന്ന എന്തോ ഒന്ന് വാരണാസിയിലുണ്ട്. യാത്രയെ കൂടുതൽ ലാഘവത്തോടെ സമീപിക്കാനും എൻ്റെ വൃത്തിബോധം, അറപ്പ്, ഇത്തരത്തിലുള്ള വികാരങ്ങളെല്ലാം ഒരു പരിധിവരെ മാറിയതും എല്ലാം വാരണാസിയിൽ വെച്ചായിരുന്നു. ഈ യാത്ര കൊണ്ട് ഞാൻ നേടിയ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എനിക്ക് ചുറ്റുമുള്ള കുറച്ച് മനുഷ്യർ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് യാത്ര ചെയ്യാൻ ഏതെങ്കിലും രീതിയിൽ ഞാനൊരു പ്രചോദനമായി എന്നവർ പറയുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നാറുണ്ട്. പലപ്പോഴും പല സ്ത്രീകൾക്കും യാത്ര എന്ന് പറയുന്നത് ഒരു ലക്ഷറി ആയിട്ടാണ് അവർ കാണുന്നത്. അതായത് അവരുടെ ജീവിതത്തിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിട്ടോ അല്ലെങ്കിൽ ചെയ്യണം എന്ന് തോന്നിക്കുന്നൊരു കാര്യമായിട്ടോ പലപ്പോഴും പലരും അതിനെ കാണാറില്ല. പക്ഷേ യാത്ര എന്ന് പറഞ്ഞൊരു കാര്യം സ്ത്രീ പുരുഷ ഭേദമന്യേ ഒരു മനുഷ്യൻ തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങൾ ചെയ്യാതെ എങ്ങനെ നിങ്ങൾ അറിയും നിങ്ങൾക്ക് ഒരു കാര്യം ഇഷ്ടമാണോ അല്ലയോ എന്നുള്ളത്.